ഇതാണ് നമ്മളെ എരുവേശിയിലെ മുത്തപ്പൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള തിരുവൻകടവ് മുത്തപ്പ ക്ഷേത്രം, മൂത്തേടത്ത് അരമന മടപ്പുര എന്ന് പറയുന്ന സ്ഥലം അധികം ആർക്കും അറിയാത്തതാണ്. ഇതാണ് മുത്തപ്പൻ്റെ ജന്മസ്ഥലം. മുത്തപ്പന് ജനിച്ച് കിട്ടിയ സ്ഥലമാണിത്. ഇവിടെ വിശേഷ ദിവസം മാത്രമാണ് നട തുറക്കുക. പിന്നെ പ്രാർത്ഥന, മുത്തപ്പൻ പ്രാർത്ഥനയുള്ള ദിവസങ്ങളും നട തുറക്കും. ഇതാ ഈ കാണുന്ന പുഴയിൽ നിന്നാണ് മുത്തപ്പനെ പാടിക്കുറ്റിയമ്മക്ക് കിട്ടിയ സ്ഥലം. ആ കാണുന്ന സ്ഥലത്ത് വെച്ചാണെന്നാണ് പറയപ്പെടുന്നത്. ഈ മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ മുന്നിലേക്കൂടെ ഒഴുകുന്ന ഒരു പുഴയാണ്. ഇപ്പം വേനൽക്കാലം നിങ്ങൾക്കൊരു അധികം പുഴയായിട്ടും തോന്നുന്നില്ല. വർഷകാലം ഇത് ഭയങ്കര വെള്ളമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ധാരാളം മത്സ്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മത്സ്യത്തിന് മീനൂട്ട് ഭക്തർ സമർപ്പിക്കാറുണ്ട്. ഇപ്പം ഒന്നും കാണുന്നില്ല. ഭക്ഷണം ഒന്നും ഇട്ട് കൊടുക്കുന്ന സമയത്ത് കാണുമായിരുന്നു. ആ കാണുന്ന സ്ഥലത്താണ് മുത്തപ്പനെ കിട്ടിയ സ്ഥലം എന്ന് പറയപ്പെടുന്നത്. ഇന്ന് അവിടെയൊക്കെ ഒരു കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ പുഴയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് ഈ കാണുന്ന ഇവിടുന്നൊരു 1/2 കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് പാടിക്കുറ്റിയമ്മയുടെ ആറാട്ട് നടത്തുന്ന ഒരു കടവുണ്ട്. പൂര സമയത്ത് ആറാട്ടൊക്കെ നടത്താറുള്ള സ്ഥലമാണ്. ഇതിന് തൊട്ട് ഒരു 1/2 കിലോമീറ്റർ താഴോട്ട് മാറിയിട്ട് ഈ പുഴയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അമ്പലത്തിൽ വിശേഷ ദിവസം ഇവിടെ നിന്നാണ് കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ അകത്ത് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് നടയിലേക്കുള്ള വഴിയായത്. ഇതാണ് നടവഴി. ഇന്ന് പ്രത്യേകിച്ച് വിശേഷ ദിവസമൊന്നും അല്ലാത്തതുകൊണ്ട് ആളും ബഹളമൊന്നുമില്ല. രാവിലെയും വൈകുന്നേരം വിളക്കെത്തിക്കുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം ഒന്നുമല്ലാത്തൊരു സമയമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കാണുന്നത് ഭക്ഷണശാല. ഇതെല്ലാം വിശേഷ ദിവസം മുത്തപ്പന്
ഉപയോഗിക്കുന്ന മദ്യത്തിൻ്റെ പാത്രങ്ങളൊക്കെയാണ് ഇത്. വിളക്ക് പാത്രങ്ങൾ അങ്ങനെയുള്ളതൊക്കെയാണ്. അമ്പലത്തിനോട് ചേർന്നിട്ട് വിശാലമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഭക്തർക്ക് വിശേഷ ദിവസം വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്, കസേരയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അത് ആ കാണുന്നത് അന്നദാന മണ്ഡപമാണ്. പിന്നെ ഇവിടെ മത്സ്യത്തിന് മീനോട്ട് 50 മീറ്റർ ചുറ്റളവിൽ മീനുകളെ പിടിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഈ കടവിൻ്റെ ഒരു 50 മീറ്റർ ചുറ്റളവ് മീനെ പിടിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഓക്കെ ഗൈസ്, ഇതാണ് ഇന്നത്തെ വിശേഷം. ബാക്കി വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.